ഹിന്ദുമതം ഉൾപ്പെടെ പല മതങ്ങളിലും പുനർജന്മം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഒരു വ്യക്തിക്ക് മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ ലഭിക്കുകയും ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഭാവി ജന്മങ്ങളിൽ വരികയും ചെയ്യുന്നു. അതിനാൽ ഒരു മനുഷ്യൻ എപ്പോഴും തന്റെ കർമ്മങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. അല്ലാത്തപക്ഷം മരണശേഷവും അവന് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടിവരും. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അടുത്ത ജന്മത്തിൽ ശുഭഫലങ്ങൾ ലഭിക്കും. ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. മരണശേഷം ഒരാൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് തീരുമാനിക്കുന്നത് അവന്റെ കർമ്മങ്ങളാണ്. ചാണക്യനീതിയിൽ ചില പ്രവൃത്തികൾ പരാമർശിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തി നരകയാതന അനുഭവിക്കേണ്ടിവരുന്നു. ദുഷ്ടന്മാർ. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ദുഷ്ടൻ മരണശേഷം നരകത്തിലേക്ക് പോകുന്നു. ബന്ധുക്കളെ വെറുക്കുകയും പ്രായമായവരെ അപമാനിക്കുകയും ചെയ്യുന്നവരെ ദുഷ്ടന്മാരായി ചാണക്യൻ കണക്കാക്കുന്നു. കർമ്മം കൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ നരകത്തിൽ ഇടം നേടുന്നു. ദുഷ്ടരും മോശം സ്വഭാവക്കാരും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരുമായ ആളുകൾ നരകത്തിൽ പോകുമെന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല. അയാൾക്ക് ഏതെങ്കിലും രൂപത്തിൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടിവരും. സ്ത്രീകളെ അനാദരിക്കുന്നവർ. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ സ്ത്രീകളെ അനാദരിക്കുന്നവനും പെൺകുട്ടികളോട് മോശമായ പ്രവൃത്തി ചെയ്യുന്നവനും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവനും നരകയാതന അനുഭവിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും പീഡിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തി പാപിയാണ്. അത്തരം പാപകർമ്മങ്ങൾക്ക് പകരമായി ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നുവെന്നും ചാണക്യൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നവർ. ഒരു ദുഷ്ടൻ എപ്പോഴും തന്റെ വാക്കുകളിലൂടെയും മോശം പ്രവൃത്തികളിലൂടെയും മാനസികവും ശാരീരികവുമായ വേദന ഉണ്ടാക്കുന്നു. മനുഷ്യന്റെ ഈ ദുഷ്പ്രവണതകൾ അവനെ നരകത്തിലേക്ക് അയക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. തന്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് നരകത്തിലായിരിക്കും സ്ഥാനം ലഭിക്കുക. അസൂയ എന്ന വികാരം അവരെ ഉള്ളിൽ നിന്ന് കത്തിച്ചുകൊണ്ടേയിരിക്കും. അത്തരമൊരു വ്യക്തി ഒരിക്കലും സന്തോഷകരമായ ജീവിതം നയിക്കുന്നില്ലെന്നും ചാണക്യൻ പറയുന്നു. അത്യാഗ്രഹി. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ അത്യാഗ്രഹിയായ ഒരാൾ ഒരിക്കലും ആരുടെയും പ്രിയപ്പെട്ടവനായിരിക്കില്ല. പണവും സ്വത്തും ബഹുമാനവും നേടാനും സ്വാർത്ഥത നിറവേറ്റാനുമായി അവർ മറ്റുള്ളവരെ ദ്രോഹിക്കും. അങ്ങനെയുള്ളവർ മരണശേഷം നരകയാതന അനുഭവിക്കേണ്ടിവരുമെന്ന് ചാണക്യൻ പറയുന്നു.